നമസ്തേ സുരേഷ് സാർ. നമസ്തേ. അല്ല, ഈ നമ്മുടെ നാട്ടിലെ CPM-കാര് ദൈവവിശ്വാസികളായോ? അവര് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ AG's ഓഫീസിന് മുമ്പിൽ പോയി തേങ്ങ അടിച്ചെന്നോ മറ്റോ കേട്ടല്ലോ. അതെന്താ സംഭവം? ഒന്ന് പറഞ്ഞു തരാമോ സാറേ? സുരേഷ് ജി, നല്ല കാര്യമല്ലേ? വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം ഗണപതി ഒരു മിത്താണെന്ന് പറയുന്ന ആൾക്കാരുടെ ഇപ്പോ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന ലെവലിൽ എത്തിയില്ലേ? അതൊരു വലിയ നല്ല കാര്യമല്ലേ? ഇപ്പോൾ ഗണപതിക്ക് തേങ്ങ അടിക്കുന്നത് എന്തിനാണ്? കാര്യസാധ്യത്തിനാണ്. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ചെയ്യുന്നത് ഗണപതിക്ക് വയ്ക്കുക, ഗണപതിക്ക് തേങ്ങ അടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പഴവങ്ങാടി കോവിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാർ വന്ന് തേങ്ങ അടിക്കുക. എന്തിനാണ്? കാര്യസാധ്യത്തിനാണ്. അപ്പോൾ CPM-ന് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തോ കാര്യം സാധിക്കാറുണ്ട്. അത് നല്ല കാര്യം. അവർക്ക് വിശ്വാസം വന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ? നമ്മൾ അപ്രീഷിയേറ്റ് അല്ലേ വേണ്ടത്? ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിന് ശേഷമാണ് ഈ തേങ്ങ അടി AG's ഓഫീസിന്റെ മുന്നിൽ വെച്ച് നടത്തിയെന്ന് പറയുന്നത്. അതെന്താണ്? ഒന്ന് വിശദീകരിച്ച് പറയാമോ? അതായത് ഇപ്പോൾ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, കേരളത്തിനൊന്നും കിട്ടിയില്ല, കേരളത്തിൽ തന്നില്ല എന്നൊരു ഒരു വിലപിക്കൽ. അത് ഒരു മലയാള സിനിമയിൽ നമ്മുടെ നെടുമുടി വേണു പറയുന്നുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും തന്നില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അത് തന്നെയാണ് ഇത്. വെറുതെ അങ്ങനെ കണ്ടാൽ മതി. അതിനകത്ത് അത്ര അർത്ഥം മാത്രം നമ്മൾ കൽപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു മെമ്പർ, ഞാൻ പേര് പറയില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഏറ്റവും നല്ല ബജറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് നേടാൻ പറ്റും. സുരേഷ്, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഒരു സ്റ്റേറ്റിനും പ്രത്യേകിച്ചായിട്ട് ഒരു കാര്യവും നമ്മൾ ഈ ബജറ്റിൽ കാണാൻ പറ്റില്ല. അഥവാ സ്റ്റേറ്റിനെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെയും തമിഴ്നാട്ടിനെയും ഒറീസയാണ്. മറ്റ് സ്റ്റേറ്റുകളെ കുറിച്ചൊന്നും അതിനകത്ത് പറയുന്നില്ല. ഗുജറാത്തിന് എന്താ കൊടുത്തത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും കൂടെ ഉള്ള ഒരു 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 എന്താ കർത്തവ്യം, സർക്കാരിൻ്റെ കർത്തവ്യം എന്നാണ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പില്ലേഴ്സ് എന്നൊക്കെയാണ് അത് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ കർത്തവ്യം എന്നുള്ള രീതിയിലാണ്, 3 കർത്തവ്യങ്ങൾ എന്നാണ് അവർ ബജറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ കഴിവുള്ളവൻ ശരിക്കും കാര്യക്കാരനാവും. അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നെടുമുടി വേണു പിന്നെ പറഞ്ഞതുപോലെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. അത് അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. ഈ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉദ്യോഗസ്ഥന് ഇത് പറയണമെങ്കിൽ എന്തുമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ആലോചിക്കാന്നുള്ളൂ. സാറേ, അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഇന്റർവെൻ ചെയ്യണം. ഈ കേരളത്തിന്റെ പേര് പറഞ്ഞതിനോടൊപ്പം ചേർത്തൊരു കടലാമയെ കുറിച്ച് പറയുന്നത് എന്താ ഈ സംഭവം? കടലാമ, ഈ കടലാമ നമ്മുടെ ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. ആ മേഖലയിൽ ശരിക്കും നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള സ്റ്റേറ്റുകൾക്കാണ് അതിനകത്ത് ബെനിഫിറ്റ് വരുന്നത്. അതുകൊണ്ടാണത്. അതിനെ പിന്നെ അവർ നമ്മുടെ സുരേഷ് ഗോപിയുടെ കടലാമയുടെ രൂപത്തിലുള്ള പിന്നെ കടലാമ തൃശ്ശൂർ സ്റ്റേഷനിലോട്ട് കയറി പോകുന്നതും ഒക്കെ, അതൊക്കെ അവരുടെ ഒരു തരംതാണ പ്രതികരണം എന്ന് മാത്രം നമ്മൾ എടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പം നമ്മുടെ ഈ ടാക്സ് ഡെവല്യൂഷൻ ടു ദ സ്റ്റേറ്റ്സ്, അത് വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ടാക്സ് കഴിഞ്ഞ് 2014 ശേഷം 2016 ശേഷം GST ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം ടാക്സ് കളക്ഷനിൽ ഹ്യൂജ് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന റേറ്റിനേക്കാൾ ഇപ്പോൾ 1.92% ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2.38% ആയിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈ ഒരു പെർസെൻറ്റേജ്, ഈ 0.45% ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഇതിൻ്റെ ഡയമെൻഷൻ ഒന്ന് പറയാമോ? ഈ 0.45% എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് ആണെന്ന് തോന്നും. പക്ഷേ വെൻ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ടു റുപ്പീസ് എമൗണ്ട്, ഇറ്റ് കംസ് ടു അബൌട്ട് 24,000 crores. ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ടാക്സ്, അത് മാത്രമല്ല ടാക്സ് കളക്ഷൻ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളൊക്കെ നിന്ന് കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെയും ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് പിന്നെ നമുക്ക് വളരെ ഒരു വലിയൊരു ഇതാണ്. ഗ്രാൻഡ് കിട്ടുന്നില്ലെങ്കിലും ഈ TPM വഴി, ട്രാൻസ്ഫർ പ്രൈസ് മെക്കാനിസം വഴി കിട്ടുന്ന ടാക്സ് ഡെവല്യൂഷൻ, അതൊരു നല്ല പെഡസ്റ്റലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ. അതായത് കേരളത്തിന് കഴിഞ്ഞ കൊല്ലം കിട്ടിയ അലോക്കേഷനേക്കാൾ കൂടുതൽ പൈസ ഇപ്പോൾ കിട്ടും. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ ബജറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻട്രൽ പോളിസികളെ കുറിച്ചോ ഒക്കെ ഒരു കറക്റ്റ് നറേറ്റീവ്സ് നമ്മളെ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ
സെൻട്രൽ ഗവൺമെൻറ് ഒരു പാളിച്ചയായിട്ട് ഞാൻ പലപ്പോഴും കണ്ടു. ഇത് നമ്മൾ നേരത്തെ CAയിൽ കണ്ടു, അഗ്രികൾച്ചറൽ കാർഷിക നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നു. പിന്നെ നമ്മുടെ ഇതിന് പോകുന്ന ചർച്ചയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ ആണെന്ന് സംശയമുണ്ട്. നേതാക്കന്മാർ പ്രതികരിക്കുന്നതും ഏകദേശം ഒരു അർത്ഥ നോളജ് കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും നോക്കിയതാണ്. ഇപ്പം ഇങ്ങനെ ഇതിന് ചർച്ചയ്ക്കൊക്കെ വിടുമ്പോൾ രജിത് കാർത്തിയനെ പോലെയൊക്കെയുള്ള പിന്നെ വിദഗ്ധരുണ്ട്, ഫൈനാൻഷ്യൽ വിദഗ്ധരുണ്ട്. അവരെയൊക്കെ അവരുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ അയക്കുക. അവർക്ക് എല്ലായിടത്തും പോകാം, എല്ലാ ചാനലിലും പോകാൻ പറ്റില്ല. പക്ഷെ അവരുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ നമ്മുടെ ചാനലുകൾ എത്തിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. ഏറ്റവും അടുത്ത ഇന്നലെ നമ്മൾ കണ്ടു, മനോരമ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി കോട്ടയത്ത് എറണാകുളത്താണെന്നോ, കോട്ടയത്തോ എനിക്ക് വിട്ടു ഓർക്കം വരുത്തില്ല. അവിടെ ഒരു പഴയ ഫൈനാൻസ് സെക്രട്ടറി, ഒരു ഇടതുപക്ഷക്കാരനായ ഒരു ഫൈനാൻസ് സെക്രട്ടറിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മൊത്തം ഈ ബജറ്റ് കുറിച്ച നെഗറ്റീവ്സ് മാത്രം, ഇത് മൊത്തം പൊളിയാണെന്നുള്ള രീതിയിലൊരു നറേറ്റീവ് ഉണ്ടാക്കി അതെന്തത്തെ പത്രങ്ങൾ മുഴുവൻ അടിച്ചു വിട്ടു. ഇതാണ് നമ്മളെ ജനം വായിക്കുന്നത്. നമ്മുടെ ജനങ്ങൾക്ക് വേറെ ഒരു കുഴപ്പമുണ്ട്. ഈ പത്രങ്ങൾ എഴുതുന്നതൊക്കെ ശരിയാണെന്ന്, എസ്പെഷ്യലി മനോരമ, മാതൃഭൂമി പത്രങ്ങൾ എഴുതുന്നതാണ് വേദവാക്യം അവർക്ക്. അപ്പം അവിടെയാണ് നമുക്കൊരു പാളിച്ച പറ്റുന്നത്. അല്ലാതെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ശരിക്ക് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ എയിംസിനെ കുറിച്ച് വലിയ വിവാദമാണല്ലോ നടക്കുന്നത്. അത് സുരേഷ് ഗോപി ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അത് കാര്യമായിട്ട് ഉപയോഗിക്കുകയും ഇപ്പോൾ അത് ബജറ്റിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 11 വർഷത്തെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ബജറ്റിൽ വരാറില്ല. നമുക്കിപ്പോൾ 2-3 വന്ദേ ഭാരതും അതിൻ്റെ വന്ദേ ഭാരത് സ്ലീപ്പറും ഒക്കെ ആയിട്ട് കിട്ടി. ഇതൊന്നും ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എയിംസ് പറഞ്ഞാൽ എന്തോ ഒരു വലിയ പൊതിക്കാത്ത തേങ്ങയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഭാഗത്തുള്ളത്. ഇവിടെ ഒരു എയിംസ് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഒരു വലിയ സംഭവം എന്നുള്ള രീതിയിൽ എനിക്കത് മനസ്സിലാകുന്നില്ല കണ്ടോട്ടെ. ഇത് അഫ്കോഴ്സ് ഇതിനെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. നേതാക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്, ആവശ്യമില്ലാത്ത പ്രോമിസുകൾ കൊടുക്കുക, പിന്നെ അത് ഇവരുമായിട്ടൊക്കെ പോളിസി മേക്കേഴ്സുമായിട്ട് ശരിക്കും അഷുറൻസ് വാങ്ങിച്ചിട്ട് ചെയ്യുക, അതൊക്കെ ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത്, ഇവിടെ മെഡിക്കൽ കെയറിന് എന്തെങ്കിലും കുറവുണ്ടോ നമ്മുടെ കേരളത്തിൽ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉള്ളത് കേരളത്തിലാണ്. എവിടെ ഏത് ടൗൺ എടുത്താലും ടയർ 2 ടയർ 5 ടൗൺസ് വഴി നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ കെയർ കിട്ടുന്ന ഹോസ്പിറ്റൽസ് ഉള്ള സ്റ്റേറ്റാണ് നമ്മുടേത്. അപ്പം ഇനിയിപ്പോൾ എയിംസ് വന്നതുകൊണ്ട് മാത്രം നമുക്കിവിടെ എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഒരു പറയുമ്പോൾ നമുക്കിപ്പം ഇത് എയിംസ് ഒന്നും ബജറ്റിൽ പറയില്ല എന്നൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന അതിനെക്കുറിച്ചൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ എയിംസ് കൊടുക്കുന്നതിന് ചില കണ്ടീഷണാലിറ്റീസ് ഉണ്ടെന്നോ, 200 ഏക്കറോളം സ്ഥലം വേണമെന്നും, 4 വരി പാത സമീപത്തുണ്ടായിരിക്കണം, പിന്നെ ജലസേചന വാട്ടർ സപ്ലൈക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പം ഇങ്ങനെയുള്ള മിനിമം 4 സ്ഥലങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കണ്ടുപിടിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എയിംസിനെ കുറിച്ച് ഉള്ള കൺസൾട്ടേഷൻ നടക്കത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ കേരളം ആകെ കൂടി ഒരു സ്ഥലം മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ 158 ഏക്കറേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഫോൾട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ. ഇതെങ്ങനെ ഈ സുരേഷ് ഗോപിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും? എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് ഇനി 4 വർഷമുണ്ട് കേന്ദ്രത്തിൽ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ടേമിനകത്ത് 2029 ടേമിൽ എയിംസ് കൊണ്ടുവരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനൊരു സ്കേപ്പ് കോട്ടാക്കുന്നത്? അത് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇവരിതുവരെ ഡിസൈഡ് അല്ല എവിടെ വേണമെന്നുള്ളത്. കാലിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു, എടുത്തില്ലെന്ന് പറയുന്നു. അതാർക്കും അറിയില്ല എവിടെ ഇത് എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്നുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് ആലപ്പുഴ വേണമെന്ന്, ചില ആൾക്ക് തിരുവനന്തപുരത്ത് വേണമെന്ന്, ഇങ്ങനെ പല ഇതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.
അപ്പൊ ആദ്യം ഇവരെല്ലാരെയും കൂടെ വിളിച്ചു ഇരുത്തുക, ഈ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മുടെ ഇവിടുത്തെ എം പിമാരെയും ഒക്കെ കൂടെ ഇരുത്തിയിട്ട് ഒരു കൺസെൻസസ് എത്തുക. നമുക്ക് എവിടെ വേണം, നമുക്ക് എവിടെ ഇതിന് ലാൻഡ് എടുക്കാൻ സാധിക്കും, ആ ലാൻഡ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, എന്നിട്ട് ഇവർ കൺസെൻസസ് എടുത്തൊരു ഒരു പ്രോപ്പർ പ്രോജക്റ്റുമായിട്ടാണ് സെൻട്രൽ എടുത്ത് പോകേണ്ടത്. അറിയോ, നിങ്ങളുടെ ഈ നമ്മുടെ പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒഫീഷ്യൽസ് പോകുന്നത് അവിടെ ഇവരല്ലേ എം പിമാരല്ലേ അവിടെ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ ഒഫീഷ്യൽസ് ആണ്, അവിടുത്തെ IAS ഓഫീസേഴ്സ് ആണ്. അവരിതിനെ വളരെ കൃത്യമായിട്ട് പഠിച്ച് വളരെ സോൾഡ് ആയിട്ടുള്ള പ്രോജക്ട്സുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവരുടെ ഒരു എനിക്കത് പരിചയമുള്ളതാണ്. ഞാനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർവീസിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ അങ്ങനെ എനിക്കും പരിചയമുള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഓഫീസേഴ്സ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് എല്ലാ ഫയൽസും ഒക്കെ ആയിട്ട് അവർ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മുടെ മുന്നിലെത്തിയത്. എന്ത് ചോദിച്ചാലും അപ്പൊ അവർക്ക് ഉടനെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ബാക്കപ്പ് ടീം കൂടെ അവരുടെ കയ്യിലുണ്ട്. ഒരു കാര്യം അറിയും, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കേസിൽ അതിനെക്കുറിച്ച് ഇവിടുന്ന് നെഗോഷിയേഷൻ, ഇവിടുന്ന് നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ചീഫ് എഞ്ചിനീയർമാരൊക്കെ ഇവിടുന്ന് ട്രെയിൻ കയറിയാണ് പോണത്. ഫ്ലൈറ്റിന്റെ ചാർജ് പോലും കൊടുക്കില്ല. അവിടെ ചെന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കേരള അവസര റൂം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എന്നിട്ട് ഇവരെന്ത് അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ കാശ് കാണും. പക്ഷേ തമിഴ്നാട്ടിലുള്ള ഓഫീഷ്യൽസ് വരുന്നത് അവിടുത്തെ ചീഫ് എഞ്ചിനീയേഴ്സും ഈ ടീം, അവർ ടീമാണ്. ഇവിടെ നിന്ന് പോകുന്ന 1-2 പേര് പോലെയല്ല, അവരൊരു ടീമാണ്. ആ ടീം വരുന്നത് വിത്ത് സോളിഡ് ക്യാഷാണ്. വന്നിട്ട് അത് വെച്ച് അവർ സ്പെൻഡ് ചെയ്യും. നോ ക്വസ്റ്റ്യൻസ് ആസ്. എത്ര വേണമെങ്കിലും അവർക്ക് ചെയ്യാം, ചിലവാക്കാം. പക്ഷേ ദ തിങ്സ് ഷുഡ് ബി ഡൺ, ഗെറ്റ് ഡൺ. അതാണ് അവരുടെ ഒരു പദ്ധതി. അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്നെയും ഇതാരും പറയാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ മുല്ലപ്പെരിയാർ എഗ്രിമെന്റ് അന്ന് 90 years ലീസ് കൊടുത്തുവെങ്കിലും അത് പിന്നെ ഡ്യൂ ആയത് 1975-76 അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണത് അതിന് റിന്യൂവൽ വരുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. ആരും അറിഞ്ഞില്ല ഇത് റിന്യൂ ചെയ്തത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ആ റിന്യൂ എന്ന സമയത്ത് നമുക്കിതിന് ഒരുപാട് കണ്ടീഷണാലിറ്റീസ് വയ്ക്കാമായിരുന്നു. നമുക്കൊരു ഫീ വാങ്ങിക്കാമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഓരോ തുള്ളി ജലത്തിനും നമുക്കൊരു ചെറിയ എമൗണ്ട് അവരിൽ നിന്ന് ഈടാക്കാമായിരുന്നു. പിന്നെ ഇതിന് റോയൽറ്റി വാങ്ങിക്കാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടോ ഇപ്പം എത്ര 999 years ആണ് ഇത് കൊടുത്തിരിക്കുന്നത്, ലീസ് കൊടുക്കുന്നത്. അതായത് ഈ ലോകം ഇനിയിപ്പോൾ ലോകം അവസാനിക്കാൻ പോണെന്ന് കേൾക്കണം. അതുവരെ ഈ മുല്ലപ്പെരിയാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അത്. ഇത് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സുരേഷ് സാറേ, ഇപ്പം നമുക്ക് സമയപരിധി മൂലം നമുക്ക് 10 minute മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള പുതിയ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിയും കാണുകയും സംസാരിക്കുകയും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും സാമ്പത്തിക നിലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കഷൻസ് ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ അനുവിനയുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയതിന് വളരെ നന്ദി. നമസ്കാരം.